വെൽക്കം ടു ഹെലൻ റിയാക്ട്സ്. മലൈക്കോട്ടെ വാലിബൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻസിന് ശേഷം ഒരുപാട് ഹൈപ്പിന് ശേഷം ഇറങ്ങിയ ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. ഞാനത് കണ്ടു. മലൈക്കോട്ടെ വാലിബൻ റിലീസായ ദിവസം രാവിലെ എണീറ്റ് ആദ്യം ഫോണിൽ നോക്കിയത് മലൈക്കോട്ടെ വാലിബൻ പബ്ലിക് റെസ്പോൺസ്, അതുപോലെ റിവ്യൂ റിയാക്ഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആണ്. കുറച്ച് അത്രയ്ക്ക് ഹൈപ്പിന് ഉദ്ദേശിച്ച അത്ര സിനിമ ഇല്ല എന്നൊക്കെയുള്ള റിവ്യൂ ആണ് കണ്ടത്. അത് കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് റിവ്യൂവിൻ്റെ ആഘാതം വളരെയധികം കൂടിയത് ഞാൻ ശ്രദ്ധിച്ച്. അപ്പോൾ അന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു രാത്രി 8 മണിയുടെ ഷോയ്ക്ക്. അതുകൊണ്ട് ആ റിവ്യൂ കൂടി കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. റിവ്യൂ കണ്ടു. വളരെ മോശം റിവ്യൂ ആയിരുന്നു. വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്, കൊള്ളാത്ത സിനിമയാണ്, അത് കണ്ട സമയം വെറുതെ പോവും, അതിനൊക്കെ പറഞ്ഞിട്ടൊരു റിവ്യൂ ആയിരുന്നു. അപ്പോൾ പിന്നെ കാണണ്ടാന്ന് തന്നെയാണ് വിചാരിച്ചത്. ഒരു 7:30 7:45 ഇത്രയും ബഡ്ജറ്റുള്ള ഒരു സിനിമയാണ്, ഇത്രയും ബഡ്ജറ്റ് ഇറക്കി എടുത്ത ഒരു സിനിമയാണ്. അപ്പോൾ എന്താണ് ഇതിൽ ചെയ്തേക്കണേന്ന് അറിയാൻ വേണ്ടി ഒന്ന് പോയി കാണാം. എന്തായാലും പൈസ കളഞ്ഞ് ടിക്കറ്റ് എടുത്തു. ശരി, പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ മലക്കോട്ടെ വാലിബൻ പോയി കണ്ടു. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന മോശം അഭിപ്രായങ്ങൾക്കുടെ അത്രയും മോശമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. എനിക്ക് ഒട്ടും തോന്നിയില്ല. അത്യാവശ്യം നമ്മളെ നാട്ടിൽ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മൾ കാണാറുള്ള സിനിമകളിൽ വെച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നടത്തിയ ഒരു അപ്രോച്ചായിരുന്നു ഞാൻ കണ്ടത്. എല്ലാ കാര്യങ്ങളിലും കുറേയൊക്കെ നാടകമായിട്ടുള്ള സാദൃശ്യങ്ങളുണ്ടായിരുന്നു. സ്റ്റിൽ അതിൻ്റെ സ്റ്റോറി പ്ലോട്ട്, ഓരോ സ്ഥലത്തെത്തുമ്പോഴുള്ള കഥകൾ, മലക്കോട്ടെ വാലിബൻ്റെ ഓരോ മലമ്പാലം തോപ്പിച്ച് പോകുമ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങൾ, അങ്ങനെ നമ്മളൊരു ബാലരമയൊക്കെ വായിക്കുമ്പോൾ ഇതൊരു സിനിമയായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ഒരു പ്ലോട്ടായിരുന്നു ഞാൻ കണ്ടത്. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ റിവ്യൂ ഒക്കെ കണ്ടു. പക്ഷേ എനിക്ക് അതിന് മാത്രം ഒന്നും നെഗറ്റിവിറ്റി ആ സിനിമയിൽ തോന്നിയില്ല. ശരിയാണ്, സിനിമ കുറച്ച് സ്ലോ ആണ്. നമ്മൾ ചടപട എന്നുള്ള ഒരു സിനിമയല്ല. റീൽസ് കാണുന്നതുകൊണ്ടും നമ്മൾ കോവിഡിന് ശേഷമൊക്കെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണെന്നാണ് ഞാൻ വായിച്ചത്. അതായത് നമുക്കിപ്പോൾ ഫിഷ് മെമ്മറിയാണ്. നമുക്ക് ഒരുപാട് നേരം ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെപ്പോഴും ഈ റീൽസും മറ്റേ ഷോർട്സൊക്കെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്ര അറ്റൻഷൻ സ്പാനുള്ള നമ്മൾ ഇതുപോലെ കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരു സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലാക്ക് ഫീലിംഗ് എന്തായാലും ആളുകൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഫാൻ ഷോ രാവിലെ 6 മണിക്കായിരുന്നു. ഒരു 6 മണി 5:30 എണീറ്റ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി 6 മണിക്ക് പോയി ഷോ കണ്ട ഉറക്കം വരുന്നു എന്ന് പറയാനുള്ളതിന് ചാൻസുകളും ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ സിനിമ ഉറങ്ങിയൊക്കെ എണീറ്റ് ഒരു വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ പോയി കാണുകയായിരുന്നെങ്കിൽ അത് എന്താ പറയുക, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചുള്ള ഒരു സിനിമയായിരുന്നു. നമുക്കറിയാം, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്ത് മയക്കത്തിലൊക്കെ ആണെങ്കിലും സ്റ്റഡി ഷോട്ട്സ് വെച്ചിട്ടാണ് എപ്പോഴും പല ഷോട്ട്സും സ്റ്റഡി ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ 2-3 തവണ നൻപകൽ നേരത്ത് മയക്കം കണ്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ സ്റ്റഡി ഷോട്ട്സ് ആണ്. അതിൽ ഇന്നർ മീനിങ്ങുകൾ ഉണ്ടാവാം, അതെല്ലാം തന്നെ ഒന്നും എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷേ ഇതിലും അങ്ങനെ സ്റ്റഡി ഷോട്ട്സ്, വൈഡ് ആംഗിൾ, പിന്നെ ഫ്രെയിമിൻ്റെ കാര്യമൊന്നും എല്ലാവരും പറഞ്ഞതാണ്, ഒന്നും പറയാനില്ല. നമ്മൾ ഓരോ ഫ്രെയിമും നമ്മൾ ഒരു പടം പോലെ എടുത്തു വെക്കാന്നുള്ളതാണ്. ഓരോ ഫ്രെയിമിലും അങ്ങനെയായിരുന്നു. മോഹൻലാലിൻ്റെ അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു. ആക്ടിങ് വൈസ് എല്ലാവരും സൂപ്പറായിരുന്നു. എനിക്ക് പേഴ്സണലി ഇത്രയും മാത്രം ഡിഗ്രേഡിംഗ് അല്ല, സോറി, നെഗറ്റീവ് റിവ്യൂസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നെ വളരെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ റിവ്യൂ എല്ലാം കാണുന്ന ഒരാളാണ്. കാരണം ഒരു സിനിമ കണ്ട് ഞാൻ അതിൻ്റെ മീനിങ്ങുകൾ എനിക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ പോയോ, അല്ലെങ്കിൽ ഇതിൽ ഞാൻ എന്തെങ്കിലും വിട്ടു പോയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ റിവ്യൂസ് കാണുകയും അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പല സിനിമകളിലും എനിക്ക് അങ്ങനെ കുറേ ഇന്നർ മെസ്സേജുകളും അങ്ങനെ ഒത്തിരി ഇന്നർ മെസ്സേജുകളും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ സിനിമ ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്. മനഃപൂർവ്വം ഇതിലൊരു ഡിഗ്രേഡിങ് ഉണ്ട് എന്ന് എനിക്ക് തോന്നാൻ ചില റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ വളരെയധികം ഫാനായിട്ടുള്ള ഒരു പ്രശസ്ത റിവ്യൂവർ, അദ്ദേഹം ഇതിൻ്റെ വില്ലൻ്റെ ചിരിയൊക്കെ വളരെ മോശമായിട്ടൊക്കെ എന്ന് വെച്ചാൽ അരോചകമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. ലോക സിനിമകൾ എന്നേക്കാൾ കൂടുതൽ കാണുന്ന ഒരു റിവ്യൂവറാണ് എന്നാണ് അദ്ദേഹം അങ്ങനത്തെ ഒരു റിവ്യൂവറാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.
അപ്പോൾ ഈ വില്ലൻ ഒരു ഹൈനയുടെ ഒരു റെപ്രസെൻറ്റേഷൻ ആണെന്നുള്ളത് നമുക്കെല്ലാവർക്കും, ഞാനൊന്നും വലിയ സിനിമാ നിരൂപക പോലും അല്ല, ഒരുപാട് വലിയ നിരൂപകയൊന്നുമല്ല, പക്ഷെ എന്നാലും നമുക്കത് മനസ്സിലാവും. ഒരു ഡെവിളിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇവിളിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹൈന, ഒരു ചെന്നായ, ഒരു ചതിയൻ്റെ ഒരു റോളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയാണ്, അങ്ങനത്തെ ചിരിയല്ലേ രസം, അല്ലാതെ എന്നൊന്നും നമുക്ക് അയാൾക്ക് ചിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചിരിച്ചാൽ അതിൻ്റെ രസം പോവുമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ റിവ്യൂ, ചില കമൻസ് ഒക്കെ വേണ്ടിയിരുന്നോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അത് നമുക്ക് ബേസിക്കലി നമ്മൾ മോബിനെ പിന്തുടരുന്ന ആൾക്കാരാണല്ലോ, നമ്മൾ മനുഷ്യൻ അങ്ങനെയാണല്ലോ. അപ്പോൾ മോബ് മെൻറ്റാലിറ്റി മാറ്റാനൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് റിവ്യൂകൾ മാറുമ്പോൾ അതിൽ നല്ല പാർട്ടുകൾ മോശമാണെന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നിപ്പോയി. പേഴ്സണലി എനിക്ക് ഭയങ്കര ഞാൻ ഒപ്പോസ് ചെയ്ത ഒരു കാര്യമായി പോയി. കാരണം ഈ വില്ലൻ്റെ ചിരിയൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത് വില്ലൻ്റെ ചിരിയെ പറ്റി പറഞ്ഞപ്പോഴാണ്. കാരണം അത്രയും മാത്രം അത് അരോചകമൊന്നും അല്ലായിരുന്നു. എനിക്ക് വില്ലൻ്റെ പോർട്രയൽ കണ്ടപ്പോൾ നമ്മൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് സിനിമയിൽ ഡെവിള് വരുന്ന ചില സീൻസ് ഉണ്ട്, മരത്തിൻ്റെ ഇടയിൽ നിന്ന് മറിഞ്ഞു വരുന്നതും അതുപോലെ ആ നോട്ടവും ഒക്കെ എനിക്ക് അതുപോലെയാണ് തോന്നിയത്. നമ്മൾ മലയാളികൾ ജോക്കറിനെയും അതുപോലെയുള്ള വലിയ വലിയ ഡെവിളിഷ് ക്യാരക്ടേഴ്സ് ഉള്ള വില്ലന്മാരെയും നമ്മൾ ഒരുപാട് സ്റ്റാറ്റസുടെയും തലയിലേറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അത്രയും മോശമായിട്ടുള്ള ഒരു പോർട്രയൽ ആവശ്യമുണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അതിൽ എനിക്ക് ചെറിയൊരു, അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ റിവ്യൂസ് നോക്കിയാലും ചില സമയത്ത് ചില റിവ്യൂവേഴ്സ് അല്ലെങ്കിൽ ചില കമൻസ് ഒന്നും ശരിയല്ല എന്ന് നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് അത് കാണുമ്പോഴാണ് മനസ്സിലാവുക. അതുകൊണ്ട് മോബിനെ ഫോളോ ചെയ്യാതെ നമ്മൾ സെൽഫ് ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഉടുക്കുകൂട്ടി ഉള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള, അതൊരു ഫോക്ക് ടെയിലാണല്ലോ. അതിന് നമുക്കിപ്പോൾ മറ്റേ വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേ വിക്രമിൽ കമലഹാസൻ നടന്നു വരുന്ന സീനിൽ കൊടുത്ത പാട്ട് ഇവിടെ വാലിബന് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രമാത്രം വർക്കാവുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നത് അത്രമാത്രം വർക്കാവില്ല എന്നാണ്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് ആപ്റ്റായിട്ടാണ് തോന്നിയത്. പിന്നെ എനിക്ക് ഉറക്കമൊന്നും വന്നില്ല തിയേറ്ററിലിരുന്ന്, ഞാൻ ഉറങ്ങി എണീറ്റിട്ടാണ് പോയത്. അതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഇനിയിപ്പോൾ ഉറങ്ങി എണീക്കാതെ പോയാലും എനിക്ക് തോന്നുന്നില്ല അത്രയും നല്ല വിഷ്വൽ ട്രീറ്റ് ആയിട്ടുള്ള ഒരു സിനിമ കാണുമ്പോൾ ഉറക്കം വരും. അല്ലെങ്കിൽ ഒരു ഒരു പ്ലേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു കഥ പറഞ്ഞ് അത് കഴിഞ്ഞ് അടുത്തൊരു സ്ഥലത്ത് പോയി അവിടുത്തെ ഒരു കഥ പറഞ്ഞ് അങ്ങനെ പോകുന്നൊരു സിനിമയിൽ എനിക്കങ്ങനെ ഉറക്കം വരുന്നൊന്നും തോന്നിയില്ല. ശരിയാണ്, അറ്റൻഷൻ സ്പാൻ ചിലപ്പോൾ വിട്ടുവെന്നിരിക്കാം. നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ നമ്മൾ ഒത്തിരി ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അറ്റൻഷൻ സ്പാൻ വിട്ടാൽ തന്നെയും ഉറങ്ങുമോ എന്നുള്ളത് എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയില്ല ഞാൻ ഉറങ്ങുന്നു. പിന്നെ ഞാൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ വലിയൊരു ഫാനാണ്. ഞാൻ ഫാനായതുകൊണ്ടല്ല ഇങ്ങനെ പറയുന്നത്. ഞാൻ എനിക്ക് ആകെ 5 ഫോളോവേഴ്സേ ഉള്ളൂ. എന്നാലും എനിക്കിത് പറയണം തോന്നി. നമ്മൾ നെഗറ്റീവായിട്ട് പറയുമ്പോൾ, ഒരു സാധനം നെഗറ്റീവായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് റിവ്യൂ കേൾക്കുമ്പോൾ നമ്മുടെ മോബിൻ്റെ മെൻറ്റാലിറ്റിയാണ് മാറിപ്പോകുന്നത്. ചില നല്ല പടങ്ങൾ വരെ നമ്മൾ കാണാതിരിക്കും. അതുകൊണ്ട് എല്ലാത്തിനെയും നമ്മൾ വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് ഒരാൾക്ക് തോന്നുന്ന എല്ലാവർക്കും തോന്നിയെന്ന് വരില്ല. നമുക്കിപ്പോൾ തോന്നുന്ന അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ വലിയ വലിയ വേൾഡ് ക്ലാസ് സിനിമകൾ കാണുന്ന ഒരാൾ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് ഓരോ ക്യാരക്ടറിൻ്റെ ഡെപ്പിക്ഷൻ അരോചകമായിട്ട് തോന്നി എന്ന് പറയുമ്പോൾ അതിനെ ഡിഗ്രേഡിങ് എന്നല്ലാതെ പിന്നെ എന്താ പറയുന്നത്. അതുകൊണ്ട് ഐ തിങ്ക് ചെറിയൊരു ഡിഗ്രേഡിങ് എവിടെയൊക്കെയോ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ മലക്കോട്ടെ വാലിബൻ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായി. ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ജനറേഷൻ കഴിഞ്ഞുള്ള ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ തന്നെ അത് നല്ലൊരു പടമായിരുന്നു, അത് തിയേറ്ററിൽ പോയി കാണണമായിരുന്നു എന്ന് പറയുന്നതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി മലയാളത്തിൽ വേറെ വന്നിട്ടില്ല അധികം. ഞാൻ വേറെ മൂവീസ് കണ്ടിട്ട് വേറെ ലാംഗ്വേജസിൽ ഞാനിങ്ങനെ കണ്ടിട്ടില്ല. വളരെ രസമുള്ള ഫ്രെയിംസും വളരെ രസമുള്ള ഒരു ഫോക്ക് ടെയിലും അതങ്ങനെയാണ് പിടിച്ചേക്കുന്നത്, അതങ്ങനെയാണ് ആ സ്റ്റോറി പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു മൂവി. നമ്മൾ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല എക്സ്പീരിയൻസുകൾ നമുക്ക് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ്. നമുക്ക് വിഷ്വൽ ട്രീറ്റാണ്, വിഷ്വലി കഥ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. പലതിലും പല ഹിഡൻ മീനിങ്സ് ഉണ്ട്, ഹിഡൻ അർത്ഥങ്ങളുണ്ട്.
ഇത് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നു ഇല്ലയെന്നും പറയുന്നു എനിക്കറിയില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തിയേറ്ററിൽ പോയി ഞാൻ കണ്ടത് ഞാനെടുത്ത നല്ലൊരു ഡിസിഷനായിട്ട് എനിക്ക് തിയേറ്ററിൽ ഇരുന്നപ്പോഴാണ് തോന്നിയത്. കാണണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിവേ നമുക്ക് മലയാളത്തിന് ഉള്ള ഒരു എക്സ്പെരിമെൻ്റൽ മൂവി ഇപ്പോൾ ഗുരു പോലെ അല്ലെങ്കിൽ അത് ജല്ലിക്കെട്ട് പോലെ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം സിനിമയാണ് മലക്കോട്ടെ വാലിബൻ. അതാണ് എനിക്ക് പറയാനുള്ള സിനിമേനെ പറ്റി. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.